Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ ഞാൻ മേരി സ്നേഹിക്കുന്നത് സീരിയസ് ആയിട്ടാണ്. അല്ലേ വേണ്ട. ഞാൻ മേരിയെ ആദ്യമായി കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. ഞാൻ ആദ്യമായി മേരിയെ കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. അന്ന് ബൈബിൾ വായിച്ചപ്പോൾ മേരി ഇട്ട ചുരിദാർ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? അല്ലേ വേണ്ട. ഞാൻ പറഞ്ഞത് ചുവപ്പ് പോലെ ഇരിക്കുന്ന ഓറഞ്ച് ഇവൾക്ക് വല്ല നീല ചുരിദാർ ഇട്ട് വന്നാൽ പറയാം. ഓഗസ്റ്റ് 2000 ആലുവ 683101. എൻ്റെ സ്വന്തം മേരിക്ക്. ഞാൻ മേരിയെ ആദ്യമായി കാണുന്നത് പള്ളിയിൽ വെച്ചാണ്.
അന്ന് മേരി ആദ്യമായി ബൈബിൾ വായിച്ച ദിവസം ഇട്ട ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേരിയെ കാണാൻ ചോദിക്കണം. അതൊന്നും കുഴപ്പമില്ല, നല്ല വണ്ണം കുറച്ച് ചാള മേടിച്ചാൽ അത് കുറച്ച് മുള്ളായിരിക്കും മമ്മി. അത്ര മുള്ളൊന്നുമില്ലട്ടാ. 1 കിലോ എടുക്ക്, അരച്ചു വരട്ടി വറുക്കാം. അത് മതി ചേച്ചി. എന്നാ എനിക്കൊരു 4 കഷ്ണം വേണം, നല്ല മൊരിഞ്ഞത്. അപ്പൊ അഞ്ചൂനോ? അവൾക്ക് വേണ്ട. അവളിപ്പോ ആ ചാള വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എടാ വിനോദേ, ശംഭുവിനും കോയ്ക്ക് 2 ചായ കൊടുത്തേ. അളിയ, ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകും. അവിടെ അടിപൊളിയാന്നാണ് ജവാദ് പറഞ്ഞത്. ജവാദോ? ആരാ? എന്റെ മാമയുടെ പോൻ. ഏത് മാമോട്? എടാ മാർക്കറ്റിൽ കായ്ക്കച്ചവടം നിർത്തല്ലേ? കായ് പുള്ളിയാണ് എനിക്ക് പോയാന്ന് ഇട്ട്. പുള്ളിയാണ് ഇട്ടത്. ചേട്ടാ 7 പടം വരെ ചായ. എത്ര? എടാ മേരി എവിടെ? ചേട്ടാ ഒരു പാർലേജി. വേറെന്തടി വേണ്ടേ? വേറെ ഒരു പാക്കറ്റ് പാലും. എടാ വിളിക്കതി അവളുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. എന്റെ അമ്മ എന്നാ വേഗം പോയി വെച്ചേ. നീ ഒന്ന് പാതി പോയി നോക്കി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇവനാണ് അത് നമ്മളാണ് പ്രേമിക്കുന്നത്? കൃത്യനിഷ്ഠയില്ലാത്ത ക്രിസ്ത്യാനി. അവൻ വരണ്ട. സോറി ചേട്ടാ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. അതാ ഞാനും പറഞ്ഞ, ഒരു മിനിറ്റ്. അതന്നെ ഞാനും പറഞ്ഞ, ഒരു മിനിറ്റ്. +2 കിട്ടോ? അപ്പൊ +2 ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങളെ പോലത്തെ ആൾക്കാർ ഞാൻ പെണ്ണാണ് നടക്കണേ. നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരും, വീട്ടൊക്കെ എടുത്തിട്ട് വരും. ഞാൻ എനിക്ക് വേണ്ട, മോളെ ഈ കൊണ്ടുവയ്ക്കും. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. എന്തേത്ത് മനസ്സിലുണ്ട്? I'll text you later. Bye. ഹലോ. ഹേയ്, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നോക്കിയിരുന്നു. ഞാൻ അകത്തൊരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആഹാ, കേക്ക് ഒക്കെ ഉണ്ടാക്കോ? കട നടത്തല്ലേ? ഒറ്റയ്ക്കുള്ള? ആ അല്ല, അന്നുകൊണ്ട് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നല്ല കേക്കായിരുന്നു. ഓക്കെ, ഇരിക്കുന്നോ? തിരക്കില്ലെങ്കിൽ നീ കറക്റ്റ് സമയത്ത് വന്നേ. എടാ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. എന്തെങ്കിലും വേണോ? എടാ അതെ, ആ റെഡ് വെൽവെറ്റ് കേക്ക് 2 പീസ്. അല്ല, മുതലാളി ഉണ്ടാക്കിയതാണോ? മുതലാളിന്ന് വിളിച്ചിരുന്നു. അല്ല, ഉണ്ടാക്കിയതാണോ? എന്നാ എനിക്കും ഒരു പീസ് വേണം. 1 പീസ് ബേബിയും കൊടുത്തേ. ആഹാ, ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ. അത്രയ്ക്ക് നല്ല കേക്കാണോ? വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറയുന്നു? സുഖം. ഇഷ്ടപ്പെട്ടോ? പിന്നെ മാരീഡ് ആണോ? ഞാനോ? അല്ല, എന്ത് പറ്റി? അല്ല, കെട്ടുന്ന ആൾക്ക് നല്ല കേക്കൊക്കെ കഴിക്കാലോ. ഞാനൊരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വന്ന കുഴപ്പമുണ്ടോ? എന്താ? ഞാനൊരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വന്ന കുഴപ്പമുണ്ടോന്ന്? ഈ സൺഡേ എൻ്റെ എൻഗേജ്മെന്റ് ആണ്. ചേട്ടന് എന്നേക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടുമല്ലോ.
കേക്ക് റെഡിയാണ് കേട്ടോ. നല്ല കേക്കല്ലേ? പെണ്ണുണ്ടോ? പെണ്ണ വെട്ടി വിടുങ്ങണ നീ മോലാളുണ്ടാക്കിയതോ? അണ്ണാക്കി ഇറക്കിയിട്ട് പറ മനസ്സിലാവണല്ലോ. മോലാളെ ഉണ്ടാക്കിയതാ. നീ ഇത് നിർക്കുക. അടിപൊളിയാ. ലാസ്റ്റ് ദിവസാ. എന്താണ് കയ്യിൽ? അതിൻ്റെ അടുത്തൊന്നുമില്ല. അണ്ട അവനെന്തേ? ആളിതേ അവിടെ ബാക്കിൽ അയാളുടെ അവിടെ ഉണ്ട്. ആളുടെ കലിപ്പും കൂടി ഇത്തിരി ഓണാണ്. എന്തുപറ്റി? മറ്റേ സെലീം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെന്താ സംഭവിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ആള് കലിപ്പായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ആ പെങ്കൊച്ചൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തില്ല. ഇഷ്ടമില്ലേ? ഈ കവറിലെന്താ? ഈ കവറിലെന്താന്നേ? കവറിലോ അതളങ്ങ പിന്നെ പറയാം. എനിക്കിത് കൊടുക്കായിരുന്നില്ല ജോജോ. പിന്നെ ചൂടായിട്ടിരിക്കണോ അവനെ കൊണ്ട് ആരെങ്കിലും തല വയ്ക്കോ? ലെറ്റർ എന്നാരും പറയണ്ട. ഞാൻ പറയുന്നു. എടാ ജോർജേ, മുതലാളി ആത്മഹത്യയല്ലേ മുതലാളി? ഇറങ്ങി മുതലാളി അടിപൊളി. അടിച്ചു പിറ്റാ ആബ്സെന്റ് 68% ആൽക്കഹോൾ കണ്ടന്റ്. ഗ്ലാസ് എവിടെ? ഒരു പണി ഗ്ലാസ് ഐറ്റംസ് ഇന്ന് ഞാൻ അടിച്ചു വിറ്റ താഴെ പൊട്ടിക്കരുത്. അവളുടെ കല്യാണം ഗ്ലാസ് ആയിട്ട് വേമാടാ. പാട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് പെണ്ണിട്ട് വേറെ സാധനം. വേറെ സാധനം എന്ന് പറയുമ്പോ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ട്. കേൾക്കണം? എവിടെ ശ്രദ്ധിച്ചിരിക്കും? 3 പേര് എവിടെ ശ്രദ്ധിച്ചിരിക്കും? അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേലും സീമൊത്തം കോണ്ട. അടിപൊളി. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേലും സിമൊത്തം കോണ്ട. മുട്ടി നടക്കാൻ തൊട്ടൊരുമിയിരിക്കാൻ 24/7 ഫുൾ ഡേറ്റിംഗ് കളിക്കാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ടും വല വീശി എറിഞ്ഞിട്ടും നോ റിപ്ലൈ. തള്ള പോലും സഹിക്കാത്ത കോസ്റ്റ്യൂംസ് വലിച്ചു കയറ്റി ഒലിപ്പിച്ച് നടന്നിട്ടും നോ റിപ്ലൈ. വേണ്ട, ലവ് വേണ്ട, ഇവിടെ അല്ലേലും സിമൊത്തം കോണ്ട. ഒരു കട്ടൻ കാപ്പി കിട്ടും. കട്ടൻ കാപ്പി ലോണെടുത്ത് പണമിറക്കി ഔഡിക്കാരും വാങ്ങി കൂട്ടുകാരെ സോപ്പിട്ട് ബൈക്ക് ഒരെണ്ണം വാങ്ങി. നോ റിപ്ലൈ, സ്റ്റിൽ നോ റിപ്ലൈ. അവിടെ വീട്ടുകാരെ ഓടിച്ചിട്ട് നാട്ടുകാരെ കൂട്ടുകാരെ കൈയൊഴിഞ്ഞു. ഒറ്റയ്ക്കായി സെനിമെന്റ്സ് വർക്കൗട്ടായി, പെണ്ണ് വലയിലായി, ചെക്കൻ പുലിയുമായി. ടോട്ടൽ ചേഞ്ച് ഔട്ടായി, ഡെയിലി ടേക്ക് ഔട്ടായി. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോൾ ബ്രേക്കപ്പ് ആയി. ഹലോ കഫേ. ഹലോ, ഇത് ഞാനാ സെലൻ. ഇന്നെൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതിന് ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. ഇത് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഞാൻ യെസ് പറയണോ നോ പറയണോ? ദൈവത്തിനോട് പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കൂ. ഇതാരാണ്? ഇതാരാ? ഞാൻ ജോജോ. വെക്കണ ഫോൺ. ആഹാ,
ഇക്കാലത്ത് ആരും ഉപദേശിക്കാൻ പാടില്ല. ഇതൊക്കെ എന്നോട് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? സോറി, ഞാൻ അങ്ങനെ വെല്ലോണ്ടും എന്നോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ബോർഡ് ശ്രദ്ധിച്ചില്ല, അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല. വെച്ച കാല പുറകോട്ട് വെക്കത്തില്ല, വെച്ച കാലിന്റെ കെട്ടിപ്പോഴും അഴിച്ചിട്ടില്ല. അവരുടെ ചേട്ടന്മാര് വന്ന് 2 പൊട്ടിച്ചിട്ടും അവന്റെ കാല് 2 പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചിട്ടും പെണ്ണ് പറ്റിച്ചിട്ടും കീറി ഒട്ടിച്ചിട്ടും പിന്നെ കൂട്ടുകാര് വട്ടം കൂടി പുച്ഛിച്ചിട്ടും തോര കുടിപ്പിച്ചിട്ടും നേരം വെളുപ്പിച്ചിട്ടും 10 പൈസയുടെ വെളിവ് പോലും അവന് വന്നിട്ടില്ല. എടാ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞ എന്റെ പൊന്നളിയ മലയാളത്തിലല്ലേ പറയണ. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട. ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവളുടെ അല്ലേലും സീമത്തം കോണ്ട. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട. ലവ് വേണ്ട, എടാ പുല്ല വേണ്ട, ഇവളുടെ ആകെ മൊത്തം ടോട്ടൽ സീൻ കോണ്ട. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മേരോടൊപ്പം നടക്കുന്ന സെലിൻ. ഇതാണ് സെലീൻ. എടാ ഇതെല്ലാം കുറച്ചാളെ നിനക്ക് പറഞ്ഞെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഇതാണ് സെലീൻ. 2 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. പച്ചക്കറിക്കായ തട്ടിൽ ഒരു പൊട്ടറ്റോ മുത്തശ്ശി ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട്. പൊട്ടറ്റോ മുത്തശ്ശിയുടെ അല്ല. ഇതന്നെ എനിക്ക് പറ്റിയത്. എടാ പ്രമോദേ, കത്തിരും ഇതിന്റെ ഹൈറ്റ് ഇറക്കണം. എന്റെ ബേബി ചേട്ടാ, ഉണ്ണീഷോനെ ഇപ്പോഴേ വെച്ചാ അതിനെന്താ? നിങ്ങൾ എന്ത് ക്രിസ്ത്യാനിയാണ്? RC 12 മണിയാകുമ്പോ നോക്കുള്ളൂ. 12 മണിക്ക് ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോയി കിടന്നുറങ്ങും. മമ്മി മുന്തിരി വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആ, ഓക്കെ. നമുക്ക് ഗുണ്ടൊക്കെ പൊട്ടിച്ച് വൈനൊക്കെ വിട്ട് അടിപൊളിയാക്കാം. ഓക്കെ, ഇത് മമ്മി കൊടുത്തേ. ഹാപ്പി ക്രിസ്മസ്. നേരത്തെ ഇറങ്ങണം, ഞങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ മൊത്തം അടിച്ചു തീർക്കൂട്ടോ. ഒരു ക്രിസ്മസ് കേക്ക് വേണം. ഏതാണ്? റെഡ് വെൽവെറ്റ്. 1 kg മതിയോ? ആ, റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഇല്ല, റൗണ്ട് മാത്രമേ ഉള്ളൂ. ആ, കുഴപ്പമില്ല, അത് മതി. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? വേണ്ട. ഹസ്ബൻഡൊക്കെ എന്ത് പറയുന്നു? ഏത് ഹസ്ബൻഡ്? അല്ല, അപ്പം അന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ മനസ്സമ്മത്തിൻ്റെ അന്ന് ഞാൻ വിളിച്ചില്ലായിരുന്നോ? അത് കഴിഞ്ഞ് പിന്നെ ആ കൺഫ്യൂഷനായി. എന്തു പറയുന്നൊക്കെ ആലോചിച്ചാകെ വട്ടായി. എന്നിട്ട് യെസ് പറഞ്ഞു. ഓ, അതൊക്കെ കഴിഞ്ഞ് റിസപ്ഷനാകെ സീനായി. എന്ത് കിട്ടി? എവിടെ മേക്കപ്പ് ചെയ്ത്? ട്രീസൻ്റെ അടുത്ത്. ഹാവ് യു ബീൻ ടു ബോംബെ? Yeah. അവിടുത്തെ റെഡ് സ്ട്രീറ്റിൽ യു ലുക്ക് ലൈക്ക് എ ഹോർ ഫ്രം ദർ. And it's so horrible looking at you in front of my family, my friends. And how do you think I can tolerate you? ഹായ് സെലിൻ. ഹായ് റോണി. സെലിൻ്റെ ഫ്രണ്ടാണ്, Hi. നിൽസ് എന്ന പേര്. റോണി ചേട്ടാ, ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. എടുത്തോ.
റോണിച്ചേട്ടാ ഒന്നും കൂടി നോക്കിയേ. സൗകര്യമില്ല. ഒന്ന് സ്മൈൽ ചെയ്യാവോ? ഒന്ന് പോസ് ചെയ്യാം റോണിച്ചേട്ടാ. സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അപ്പോൾ കല്യാണം വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇടയ്ക്ക് മൂക്കി വലിച്ചേരുന്ന പൊടിയുണ്ടല്ലോ. മൂക്കിപ്പൊടിയാണ്. അല്ല, ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ വലിക്കുന്ന സാധനമില്ലേ? ഓ, ചാർലി. കൊക്കൈൻ. അത് തന്നെ. അത് വലിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നേ. പിന്നെ വെറുതെ പിച്ചും പേക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. എന്താ പിന്നെ അവോയ്ഡ് ചെയ്തൂടെ? അവോയ്ഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. വിളിച്ചിട്ട് വെറുതെ ഇങ്ങനെ സ്വയം പോക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എടുത്തില്ലെങ്കിൽ ഒരു 40 മിസ്ഡ് കോൾ ഉണ്ടാവും. പപ്പ പറഞ്ഞോ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന്. പക്ഷെ പോലീസൊക്കെ എന്ത് ചെയ്യാനാ? ഇവനൊക്കെ നല്ല തല്ല് തന്നെ കിട്ടണം. ദേ കണ്ടില്ലേ? ഞാൻ എടുക്കട്ടെ? പിന്നെന്താ? ഹലോ ഹലോ ഹലോ, സെല്ലൊന്ന് ഫോൺ കൊടുത്തേ. എൻ്റെ പേര് ജോർജ് എന്നാണ്. ജോർജാ? നീ ഏതാ? ഞാൻ സെല്ലിൻ്റെ ഒരു നിങ്ങളും സെല്ലിനും നമ്മളെ കല്യാണം വേണ്ടെന്ന് വെച്ചല്ലേ, പിന്നെ എന്തിനാണ് സെല്ലിനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? അവളെ തന്തേ? ഫോൺ കൊടുക്കണേ. ഫോൺ കൊടുക്കാൻ. കണ്ണ് ചുവക്കണ്ണ്, പല്ല് കട്ടിക്കണ്ണ്, മുട്ടി ചുരുട്ടണ്, ആകെ വിയർക്കണ്, നാടിനരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണം, ചങ്കിനകത്ത് താളമടിക്കണ്, തക്കിട്ട മേളമടിക്കണ്, കയ്യും കാലും വിറയ്ക്കണ്, പെട്ടക്കണ്, തുട്ടിക്കണ്, പെരുവിരല് പെരുത്ത് കയറാണ്, വെളിച്ചപ്പാടുകൾ ഉറഞ്ഞതുള്ളാണ്. അവിടെ കുറച്ച് നേരം വന്നിട്ടുണ്ടായിരുന്നു. കോൾ ചെയ്ത് കിട്ടും. ആരാ? എന്തായി? പിള്ളേരെ എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. കാര്യമൊക്കെ കൊള്ളാം. സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തോണം. അല്ലെ കളി കാര്യവും. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. കുറെ നേരമായിട്ടുണ്ട്. ഡൗട്ടാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ തല്ലണത്? നീ പെട്രോളിന്റെ വില കൂട്ടും. ബോബ് മാലിയുടെ ടീഷർട്ട് ഇട്ടാ നീ അറസ്റ്റ് ചെയ്ത് എന്നെ റോട്ടിൽ മൊത്തം കുഴിയും ട്രാഫിക്കും ഇനി തല്ലരുത് പ്ലീസ്. എനിക്ക് ഭയങ്കര വലിയൊരു സംശയം. നിങ്ങൾക്ക് ആള് മാറിയതാണെന്നാ തോന്നണേ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് റോണി. റോണി? റോണി വർഗീസ്. ആള് മാറിപ്പോയടാ. സോറിട്ടാ, ആള് മാറിപ്പോയതാണ്. സോറി, ഞങ്ങൾക്ക് എനിക്കും തോന്നി ആള് മാറിപ്പോയതാണ്. അല്ലാണ്ട് എനിക്ക് പറഞ്ഞ പോലെ റോഡും പെട്രോളും മാറില്ലെന്നും പരിചയമില്ലോ. ഹാപ്പി ക്രിസ്മസ്. പോട്ടെ, ഒന്നും അല്ല അപ്പൊ അറിയാൻ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ ബ്രദർ? സോറി ഏട്ടാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അല്ല മുതലാളി, നമുക്ക് ശരിക്കും ആള് മാറിപ്പോയാണോ?
മലരല്ലേ ഇത്? ശംഭു, ആരാ വിളിച്ചത്? ഞാൻ വിളിച്ചു. ആര് പറഞ്ഞു? സെലിം പറഞ്ഞു. ജോലിനറിയാമോ? ഇല്ല. சொல்லியிருக்கலாமே. எதுக்கு? அவன் சந்தோஷமாக தான் இருக்கான். ഇവൻ ഇവളെ കെട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ ഇതൊന്നും ആയിരുന്നല്ലോ എത്ര കാലം പറഞ്ഞോണ്ടിരുന്നു. ഇപ്പം എന്താ മാറ്റി പറയണം? അതൊക്കെ ഉണ്ട്. എടാ, ഇവള ആ ജോജോയുടെ കയ്യിൽ ആ കത്ത് കൊടുത്ത് വിട്ടില്ലേ, ടിഷ്യൂ പേപ്പറിൽ എഴുതിയത്. എൻ്റെ പൊന്നളിയാ, ഞാൻ വായിച്ച് മൊത്തം മൊട്ടം തെറ്റാണ് അവനെ പോലെ. ശരി, അപ്പൊ കറക്റ്റാണ്. അപ്പൊ കറക്റ്റ് പാർട്ട്ണർ. പിള്ളേരൊക്കെ എങ്ങനെയായിരിക്കും? എന്താ ചിരി? ദൈവം ചലിക്കാനാവാത്ത പൂക്കളെ പൂമ്പാറ്റകളാൽ ഒന്നിപ്പിച്ചു. ചലിക്കുന്ന പൂക്കളെ നിങ്ങൾക്ക് ദൈവം പൂമ്പാറ്റയെ പ്രേമമെന്ന വികാരമായി നൽകി. ബട്ടർഫ്ലൈസ് മെന്റലി മെന്റൽ, സോ ഈസ് ലവ്.
പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പേര് പറയണ്ട. പക്ഷെ ഞാൻ പറയാം, എൻ്റെ പേര് സെലിൻ. സെലിൻ? ആഹാ. നീ സ്റ്റേറ്റ് സിലബസ് ആണ് CBSE ആണോ? എനിക്കറിയാനൊന്നും പാടില്ല. ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കോ? ആർക്കറിയാം. എന്നാരാണാവോ കല്യാണം കഴിക്കാൻ പോണേ? നിന്നെ ഞാൻ കെട്ടട്ടെ? എന്നെക്കാട്ടും നല്ല പെണ്ണിനെ കിട്ടുമല്ലോ ചേട്ടന്. കിട്ടോ? ആ. ഐസ്ക്രീം ഇഷ്ടപ്പെട്ടാ? ആ ഇഷ്ടപ്പെട്ട്. കഴിച്ചു. തേനീച്ചക്കൂട് പോലത്തെ മുടി. നീ പേടി ചാളമേരി.